അപ്പോൾ in density based scanning you are studying two methods. One is dB scan, another is optics. രണ്ട് മെത്തേഡാണ് ഇതിലുള്ളത്. അപ്പോൾ dB scanലാണെങ്കിൽ we have to consider two important points. One is minimum number of points and epsilon value, right? ഇത് രണ്ടുമല്ലേ നമ്മൾ ഇന്നലെ കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞത്. അതായത് ഡെൻസിറ്റി സ്കാനിങ് എടുക്കുന്ന സമയത്ത് you have to consider the minimum number of points as well as density also, right? അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേടാ? ഒന്ന് റിപ്ലൈ ചെയ്തേ. സ്ക്രീൻ കാണുന്നില്ലേ? ഷബ്ന, അൻസബ്, അഭിലാഷ്, അതുൽ, അശ്വതി എന്ന് പറഞ്ഞ് സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഡെൻസിറ്റി ബേസ്ഡ് സ്കാനിങ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഐ എം ജസ്റ്റ് കൺസിഡറിങ് എ ക്ലസ്റ്റർ ലൈക്ക് ദിസ്. അതായത് ഇതാണ് ഒരു പോയിന്റ് ഉണ്ട് പിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ക്ലസ്റ്റർ വരച്ചതാണ്. അതുപോലെ വേറൊരു പോയിന്റ് ഉണ്ട്, വേറൊരു ക്ലസ്റ്റർ ഉണ്ട്, ക്യൂ ആണ് അതിൻ്റെ സെൻറ്റർ. വേറൊരു പോയിന്റ് ഉണ്ട് 6. സ്പെറിക്കൽ ഷേപ്പിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, 6 ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരും. ഇത് പി, ഇത് ക്യൂ, ഇത് 6, അങ്ങനെ 3 പോയിന്റ്സ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇങ്ങനെയാണ് എസ് എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് വേറൊരു ക്ലസ്റ്റർ. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഏതൊക്കെ പോയിന്റ്? പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ബേസ് ചെയ്തൊരു ക്ലസ്റ്റർ, ക്യൂ എന്ന് പറഞ്ഞ അനദർ ക്ലസ്റ്റർ, ആർ എസ് അനദർ പോയിന്റ് ബേസ്ഡ് ഓൺ എസ് ഐ എം മേക്കിംഗ് അനദർ ക്ലസ്റ്റർ. വേറെയും കുറേ പോയിന്റ്സ് ഉണ്ട്, യു, വി, പിന്നെയുള്ള പോയിന്റ്സ് ജസ്റ്റ് കൺസിഡറിങ് അനദർ പോയിന്റ് കോൾഡ് ഡബ്ല്യു, then another point is T. So based on T again I am making a cluster. Next again 2 point X, another point Y, another point Z. So these are the point. Okay, so you can see how many points, 1 2 3 4 5 6 7 8 9 10 points are right. 10 points are there, right? I'm considering minimum point value as 3. Okay, based on our density based clustering, what do you have to consider? You have to consider an epsilon value. You have to consider an epsilon value, that is the radius of that particular cluster, and it should satisfy the minimum number of points it has to satisfy. So I'm telling you this P, Q, R and S and T, based on all this point I'm making clusters. So here according to our dB scan, dB scan prakaram what is the concept behind core distance, boundary point, core point, boundary point and noise point? എന്തായിരുന്നു ഈ കോർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതുപോലെ ബൗണ്ടറി പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? അതുപോലെ വേറെയുള്ളൊരു പോയിന്റാണ് നോയ്സ്. ഇതൊക്കെ എന്തായിരുന്നു? So this is the epsilon value here. Here this is the epsilon. So a core distance or a core point means what it has to satisfy for a core point. Core point എങ്ങനെയായിരിക്കണം? It should be within the specified radius and it should satisfy minimum number of points. രണ്ട് കണ്ടീഷൻ ആണുള്ളത്. It should be within epsilon and satisfy minimum number of points. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിനാണ് നമ്മൾ എന്താ പറയുക? കോർ പോയിന്റ് എന്ന് പറയാം, റൈറ്റ്? അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയാൽ നിങ്ങൾ, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. പി ഒരു കോർ പോയിന്റ് ആണോ? പി എന്ന് പറയുന്നത് എപ്സിലോൺ, ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്, വിത്തിൻ ദ എപ്സിലോൺ ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത്, മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഇവിടെ ഉണ്ടോ?
ആറിന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വരക്കട്ടെ. ഇതാണ് ക്യൂവിൻ്റെ റേഡിയസ്, ഇവിടെയാണ് ആറ് വരെ. ഈ ആറിന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരക്കുവാണ്. ആറ് എങ്ങനെ വരക്കണം? പിന്നെ ക്യൂ കൺസിഡർ ചെയ്യണമെങ്കിൽ ക്യൂവിൻ്റെ മിനിമം റേഡിയസിൽ പി വരും, അതുപോലെ ആറും വരണം. ഇങ്ങനെയാണ് ഞാൻ ആറ് വരക്കുന്നത്. ഇതാണ് എസ്, ഐ മീൻ ഇതാണ് ആറ്. ഓക്കെ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്. ഓക്കെ, ഈ ഡയഗ്രാം ശരിയായില്ല. വൺസ് അഗൈൻ ഐ ഡ്രോ. അതായത് മിനിമം പോയിന്റും കോർ പോയിന്റും പറയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് മിനിമം പോയിന്റ്, എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട മിനിമം പോയിന്റിന്റെ കേസിൽ? ഐ മീൻ കോർ പോയിന്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവേണ്ടത്? So first I draw this, then draw another circle. ഈ പോയിന്റിലാണ് പി വരുന്നത്. അതായത് പിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ വരച്ചു. അതുപോലെ അടുത്ത പോയിന്റ് ആണ് ക്യൂ. ഇതാണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ വരച്ചു. ക്യൂ, ഇത് ആറ് എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ആറ് എന്ന് പറഞ്ഞത് ഇവിടെ വരും. ഈ ആറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വേറൊരു ക്ലസ്റ്റർ വരക്കാണ് ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ലൈക്ക് ദിസ്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ മിനിമം റേഡിയസ് എപ്സിലോൺ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തേ. ക്യൂവിന്റെ എപ്സിലോൺ റേഡിയസ് എവിടെയൊക്കെ വരും? ഇതാ, ഇത് ഇതിന്റെ ഒരു എപ്സിലോൺ റേഡിയസ്, ഇതാണ് ഇതിന്റെ എപ്സിലോൺ റേഡിയസ്. ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ എപ്സിലോൺ റേഡിയസിനുള്ളിലല്ലേ വരിക? അതുപോലെ ആർ എന്ന് പറയുന്ന പോയിന്റും എപ്സിലോൺ റേഡിയസിനുള്ളിലല്ലേ വരിക? മനസ്സിലായോ പറഞ്ഞത്? എന്തൊക്കെയാ നമ്മുടെ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് എത്രയാ? 3. എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഫോർ എ കോർ പോയിന്റ്? ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ എപ്സിലോൺ ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ മിനിമം നമ്പർ ഓഫ് കോർ പോയിന്റ്സ്. അപ്പോൾ ക്യൂ എടുക്കുന്ന സമയത്ത് ക്യൂ 3 പോയിന്റ് ഉണ്ടോ ക്യൂവിന്റെ നൈബർഹുഡ് ആയിട്ട്? പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്ലസ്റ്ററിൽ വി വിൽ ഗെറ്റ് 3 പോയിന്റ്സ്, റൈറ്റ്? ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ദ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ആൻഡ് ഇറ്റ് ഈസ് വിത്തിൻ ദ എപ്സിലോൺ റേഡിയസ്. സോ വി വിൽ കോൾ ഇറ്റ് ആസ് കോർ പോയിന്റ്. ഇനി ഈ പി എന്ന് പറഞ്ഞാലോ, പി ഇറ്റ് ഈസ് കോൾഡ് ബോർഡർ പോയിന്റ്. വൈ? ബോർഡർ പോയിന്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഇറ്റ് വിൽ ബി വിത്തിൻ ദ എപ്സിലോൺ റേഡിയസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ്. അതായത് പി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. എപ്സിലോൺ റേഡിയസിൽ ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. 3 പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ? കോർ പോയിന്റ് ആവുള്ളൂ. ക്ലിയർ? അതുപോലെ ഇപ്പൊ ആർ എടുത്തു കഴിഞ്ഞാലോ, ഇപ്പൊ ആറിന്റെ കൂടെ ഞാൻ വേറൊരു ക്ലസ്റ്റർ വരക്കുകയാണ്, ഇങ്ങനെ ഒരു ക്ലസ്റ്ററും കൂടെ വരക്കുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലസ്റ്ററും കൂടെ വരക്കുകയാണെന്ന് വിചാരിച്ചോ, എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലസ്റ്ററും കൂടെ. അപ്പോൾ ആറിന്റെ ക്യൂ വരും, ക്യൂ, ആർ ആൻഡ് എസ് 3 പോയിന്റും കൂടെ വരുന്ന സമയത്ത് ആർ എന്താവും? ഇറ്റ് വിൽ ബിക്കം എ കോർ പോയിന്റ്. പറയുന്നത് മനസ്സിലായോ? അതായത് ഞാനിപ്പോൾ ഒരു എപ്സിലോൺ റേഡിയസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇത് പി, ഇത് ക്യൂ, ഇത് ആർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിന്റെ എപ്സിലോൺ റേഡിയസിൽ, ക്യൂവിന്റെ എപ്സിലോൺ റേഡിയസിൽ പിയും ആറും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ക്യൂവിനെ നമുക്ക് കോർ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, 3 പോയിന്റ് ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ അത് ബോർഡർ പോയിന്റ് മാത്രമായിരിക്കും. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? റമീസ്, ഷബ്ന, അനുശ്രീ, അമൃത. 3 things you have to consider for a DB scan. One is core distance and another is ബൗണ്ടറി പോയിന്റ്. കോർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും വിത്തിൻ ദ എപ്സിലോൺ ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ മിനിമം കണ്ടീഷൻ ആയിരിക്കണം. then we will call it as core point. ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത മിനിമം വിത്തിൻ എപ്സിലോൺ മാത്രമാണെങ്കിൽ അതിനെ ബൗണ്ടറി പോയിന്റ് എന്ന് പറയും.
അതൊന്നും ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, യു വിൽ കോൾ ഇറ്റ് ആസ് എ നോയ്സ് പോയിന്റ്. Okay, so that's all for dB scan. The next type is optics algorithm. This is actually based on density based clustering, but there is some difference between these two. Okay, അപ്പോൾ optics algorithm എന്താന്ന് നോക്കാം. Optics means, optics stands for ordering of points to identify cluster structure. ഇതിന്റെ ഓരോ ലെറ്റർ ആണ് ordering of points to identify cluster structure. അതാണ് ഈ optics എന്ന് പറയുന്നത്. Okay, ordering of point to identify cluster structure. So it is taking inspiration from the dbScan clustering algorithm, and dbScan assumes constant density of clusters. അപ്പോൾ നമുക്ക് എപ്പോഴും db സ്കാനിൽ എടുക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് ഡെൻസിറ്റി ഉള്ള ക്ലസ്റ്റേഴ്സിനെ മാത്രമായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വേരിയിങ് ഡെൻസിറ്റി ഉള്ള പോയിന്റ്സിനെയും കൂടെ കൺസിഡർ ചെയ്യും. ഓക്കെ, that is the main difference between optics and db scan. Both are based on density based clustering, but constant density will be considered only in optics, and varying density can be considered in this one. Okay, normally this optics also working similar to db scan. We have to consider epsilon and core distance we have to consider, but it is add two more terms or concept of our db scan, that is core distance and reachability distance. Okay, to construct different clustering simultaneously, what we have to do is like we have to select some set of points together, right? നമുക്കിപ്പോൾ കുറേ പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓരോരോ ക്ലസ്റ്ററിലേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ you need an algorithm for that. അപ്പോൾ അത് വേരിയിങ് ഡെൻസിറ്റിയും കൂടി ഉള്ളതാണെങ്കിൽ you have to use this optics algorithm. അപ്പോൾ ഇവിടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് എൻറ്റിറ്റി ഉള്ളത്. നമ്മൾ നേരത്തെ ഏതൊക്കെ രണ്ട് എൻറ്റിറ്റി പറഞ്ഞു db സ്കാനിലെ? എപ്സിലോണും മിനിമം പോയിന്റും. അതുപോലെ ഇവിടെ വരുന്നതാണ് കോർ ഡിസ്റ്റൻസ്. ഇത് രണ്ടും ഇതിലുണ്ട്. എപ്സിലോണും മിനിമം പോയിന്റും ഉണ്ട്, പ്ലസ് കോർ ഡിസ്റ്റൻസ് ആൻഡ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ്. So it add two more terms to the concept of db scan, that is core distance and reachability distance. Okay, and the core distance ennu vechal, it is the minimum value of radius required to classify a given point as a core point. റേഡിയസിന് കൊടുക്കാവുന്ന മിനിമം വാല്യൂവിനാണ് നമ്മൾ കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. റേഡിയസിന് കുറേ വാല്യൂ എടുക്കാൻ പറ്റും, പക്ഷെ minimum value of the radius required to classify a given point as core point. Core point ആവാൻ വേണ്ടി, core പോയിന്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി റേഡിയസിന് എടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂവിനെയാണ് കോർ ഡിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ കോർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെ? എപ്സിലോൺ വിത്തിൻ ദ എപ്സിലോൺ ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ മിനിമം പോയിന്റ്. ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്ന കോർ പോയിന്റ്സ് വരാവുന്ന മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോർ ഡിസ്റ്റൻസ് എന്ന് പറയാം. മനസ്സിലായോ പറഞ്ഞത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ കോർ ഡിസ്റ്റൻസ് ഓഫ് an object P, the smallest value of epsilon such that the epsilon neighborhood P has at least minimum number of objects എന്നാണ് പറയാം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഡയഗ്രാം കാണുന്നില്ലേ? ഇപ്പൊ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് കാണുന്നുണ്ടല്ലോ. Yes or no? Are you able to see the point P? റിപ്ലൈ ചെയ്യും മക്കളെ. ഇത് മനസ്സിലായാലും ഒപ്റ്റിക്സ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഞാൻ ഇവിടെ എപ്സിലോൺ എത്ര തന്നിട്ടുള്ളത്? 6. ഇതാണ് എപ്സിലോൺ 6. ഇതാണ് എപ്സിലോൺ. ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്താണ് എപ്സിലോൺ. മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് എത്ര തന്നിട്ടുള്ളത്? 5. കോർ ഡിസ്റ്റൻസ് ഞാൻ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് 3. എന്താ ഈ കോർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി കോർ പോയിന്റ് ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? പി എന്ന് പറയുന്നത് ഒരു കോർ പോയിന്റ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാ? വിത്തിൻ എപ്സിലോൺ ആയിരിക്കണം. പി എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയുന്ന റേഡിയസിന്റെ ഉള്ളിലാണോ? പി എന്ന് പറയുന്നത് അതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. സീ ദിസ്, ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റ് എപ്സിലോൺ റേഡിയസിന്റെ ഉള്ളിലാണോ?
എപ്സിലോൺ എന്ന് വെച്ചാൽ എത്രയാ? 6-നുള്ളിലല്ലേ പി വരുന്നത്, റൈറ്റ്? ഇതാണ് 6 റേഡിയസ്, പി എന്ന് പറയുന്നത് ഇതാണ്. പി ഇതിനുള്ളിലാണല്ലോ വരുന്നത്. നെക്സ്റ്റ് യു ഹാവ് ടു സീ ഹൗ മെനി പോയിന്റ്സ് ആർ ദെയർ, മിനിമം പോയിന്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ നോക്കിയേ നിങ്ങള്, പി 3 mm ആവുന്ന സമയത്ത് എത്ര പോയിന്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളില്? 1 2 3 4 5, പി അടക്കം 5 പോയിന്റ്സ് ഉണ്ട് അല്ലെ? 3 mm റേഡിയസ് എടുക്കുന്നതിന്റെ ഉള്ളില് 5 എണ്ണം ഉണ്ട്, റൈറ്റ്? ഇനി അത് 6 mm ആകുമ്പോ എത്ര പോയിന്റ്സ് വരുന്നുണ്ട് നോക്കിയേ. അതായത് 5 9 9 എണ്ണം വരുന്നുണ്ട് 6 ആകുമ്പോൾ. അപ്പൊ നമ്മളെ കോർ ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? കോർ ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? It is the minimum value of radius required to classify a given point as core point, right? അപ്പോ ഇവിടെ എത്രയാണ്? ഇവിടെ ഇപ്പൊ 2 റേഡിയസില് റേഡിയസ് ഈക്വൽ ടു 6 ഉണ്ട്, റേഡിയസ് ഈക്വൽ ടു 3 ഉണ്ട്. റേഡിയസ് ഈക്വൽ ടു 6 ആവുന്ന സമയത്ത് അവിടെ 9 പോയിന്റ് ഉണ്ട്, റൈറ്റ്? റേഡിയസ് ഈക്വൽ ടു 3 ആവുന്ന സമയത്ത് അവിടെ 5 പോയിന്റ്സ് ഉണ്ട്. സോ ബോത്ത് ആർ സാറ്റിസ്ഫൈ കോർ പോയിന്റ് ക്രൈറ്റീരിയ. കോർ പോയിന്റ് 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. വിത്തിൻ ദ എപ്സിലോൺ റേഡിയസും ആണ്, റൈറ്റ്? എപ്സിലോൺ 6 ആണ്, അപ്പൊ 6-ന്റെ ഉള്ളിലാണ്. മിനിമം പോയിന്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ കണ്ടീഷനിൽ പറയുന്നത്? കോർ ഡിസ്റ്റൻസ് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ഇറ്റ് ഇസ് എ മിനിമം വാല്യൂ ഓഫ് റേഡിയസ്. സോ യു ഹാവ് ടു ടേക്ക് ദ മിനിമം വാല്യൂ ഫോർ ദ റേഡിയസ്. ഇവിടെ 3 and 6 വരുന്ന സമയത്ത് മിനിമം വാല്യൂ ഏതാ? റേഡിയസ് 3ഉം റേഡിയസ് 6 കൊടുക്കുന്ന സമയത്ത് മിനിമം വാല്യൂ എത്രയാ? 3. So I'm selecting co-distance as 3. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ എന്താ ചിന്തിക്കുന്നത്? സോ ഐ എം ജസ്റ്റ് കൺസിഡറിങ് ദ കോർ ഡിസ്റ്റൻസ്. വാട്ട് ഇസ് എ കോർ ഡിസ്റ്റൻസ്? ടു മേക്ക് എ പോയിന്റ് ആസ് എ കോർ പോയിന്റ്, അതൊരു കോർ പോയിന്റ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ എപ്സിലോൺ ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ മിനിമം പോയിന്റ്. And the minimum value for the radius is considered as core distance. Okay. അടുത്ത എന്താ? റീച്ചബിലിറ്റി. രണ്ടാമത്തെ ഡിസ്റ്റൻസ് ആണ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു another data point Q. The reachability distance between point P and Q is the maximum of core distance of P or the Euclidean distance. ഇത് and എന്നല്ല, ഇത് or എന്നാണ്. ഇത് or എന്നാണ്, and എന്നല്ല. അതായത് it is the reachability distance is the minimum point between P and Q. maximum core distance ആയിരിക്കണം, അല്ലെങ്കിൽ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P and Q ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയാ? റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്ന് പറയാം. റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് is not defined if Q is not a core point. Q ഒരു കോർ പോയിന്റ് അല്ലെങ്കിൽ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സീ ദിസ്. ഇവിടെ എത്ര പോയിന്റ്സ് ഉണ്ട്? നെയിം ചെയ്ത് എത്ര പോയിന്റ്സ് ഉണ്ട്? പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്, ആർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് ഉണ്ട്, റൈറ്റ്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി അല്ലെ? അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് പി ആൻഡ് ക്യൂ, റൈറ്റ്? എന്ന് വെച്ചാൽ മാക്സിമം കോർ ഡിസ്റ്റൻസിനാണ് നമ്മൾ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ എങ്ങനെ വരും നോക്കാം? മാക്സിമം റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എത്രയാന്ന് നോക്കാം നമുക്ക്. പിയും ക്യൂവും എടുക്കുന്ന സമയത്ത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ കോർ ഡിസ്റ്റൻസിന് ഔട്ട്സൈഡ് അല്ലേ? നോക്കൂ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഔട്ട്സൈഡ് 3 mm. ക്ലിയർ? ഹിയർ എപ്സിലോൺ 6 mm തന്നെയാണ്, മിനിമം പോയിന്റ് 5 ആണ്, കോർ ഡിസ്റ്റൻസ് 3 ആണ്. നേരത്തെ കിട്ടിയ അതേ ഇൻഫർമേഷൻ. നൗ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. ക്യൂ ആൻഡ് പി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആവാം? ഐദർ ഇറ്റ് മേ ബി ദ മാക്സിമം വാല്യൂ ഓഫ് കോർ ഡിസ്റ്റൻസ് ആവാം, maximum value of core distance, or it will be the Euclidean distance between Q and P. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദിസ് 3 mm. ഈ 3 mm പുറത്താണ് ഈ Q എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. നമുക്ക് മാക്സിമം കോർ ഡിസ്റ്റൻസ് എവിടെയാ? നമ്മുടെ മാക്സിമം കോർ ഡിസ്റ്റൻസ് എത്രയാ? മാക്സിമം ഡിസ്റ്റൻസ് എത്രയാ? കോർ ഡിസ്റ്റൻസ് മാക്സിമം എത്രയാ? 6 അല്ലേ?
3 ആണ് നമ്മുടെ കോഡ് ഡിസ്റ്റൻസ് 3 ആണ് എടുത്തത്. ഇവിടെ മാക്സിമം എപ്സിലോൺ വാല്യൂ എത്രയാ? മാക്സിമം ആവാൻ ചാൻസ് ഉള്ളത് എത്ര? എപ്സിലോൺ വാല്യൂ മാത്രമല്ലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാ? ഓൾ ദ പോയിന്റ് ഷുഡ് ബി വിത്തിൻ എപ്സിലോൺ ആയിരിക്കണം. ഈ 6m ഉള്ളിൽ തന്നെ ആയിരിക്കണം ഈ വാല്യൂ വരുന്നത്. റൈറ്റ്? ഓക്കെ. അപ്പൊ നോക്കൂ, നിങ്ങൾ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് what you are finding is like you have to consider the maximum core distance എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? Q എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്. അപ്പൊ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? You will find out the Euclidean distance between P and Q and you will get it as 7 mm. Okay, അത് എന്തുകൊണ്ടാണ്? Q is outside the core distance ആയതുകൊണ്ട്. And similarly consider another point called R. R എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തേ. R എവിടെയുള്ളതാ? ഇതാണ് തേർഡ് പോയിന്റ് R. R എവിടെയാണുള്ളത്? R is situating inside our core distance. ഈ core ഡിസ്റ്റൻസിന്റെ ഉള്ളിലല്ലേ വരും. നമുക്ക് 3 mm താഴെയല്ലേ ഇത് വരുന്നത് R എന്ന് പറഞ്ഞ പോയിന്റ്. 3 mm എന്ന് പറയുന്നത് ഇത്ര വരെയുണ്ട്. 3 mm ഉള്ളിലായിട്ടാണ് ഈ പോയിന്റ് R വരുന്നത്. സോ യു ഹാവ് ടു കൺസിഡർ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ R and P is, ഇപ്പൊ R and P എടുക്കുകയാണെങ്കിൽ either you have to take the maximum core distance value. ഇവിടെ maximum core distance value എത്രയാ? ഇത് ഉള്ളിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ മാക്സിമം കോഡ് ഡിസ്റ്റൻസ് വാല്യൂ 6 എടുക്കാം. 6നും പുറത്താണ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം കോഡ് ഡിസ്റ്റൻസിന് പുറത്താണ് വരുന്നുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. അപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് എടുക്കേണ്ട റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ദാറ്റ് പോയിന്റ് is standing outside our core distance, you will consider the Euclidean distance. If it is inside our core distance, you will take the maximum value of core distance. ഈ രണ്ട് കേസും ഓർത്തോക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? What is the difference between the point Q and R? Q is standing outside our core distance 3 mm. So how to find the reachability distance between Q and P? You have to consider the Euclidean distance of Q and P. What about R? R is inside our core distance 3 mm. So what you will do? If it is inside, you will take the maximum value of the reachability distance, that is 3 mm. Clear ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പം DB സ്കാനിലെ കോഡ് ഡിസ്റ്റൻസ്, കോർ പോയിന്റ്, ബോർഡർ പോയിന്റ്, നോയ്സ് പോയിന്റ്, അതുപോലെ ഡയറക്റ്റ് റീച്ചബിൾ, ഡയറക്ട്ലി ഡെൻസിറ്റി റീച്ചബിളും അറിയാലോ. അതുപോലെ കോർ ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. So you can see another example, that is ഇതേ ഞാനിപ്പോൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. Here you can see P. Here I am taking epsilon value as 6m, another epsilon value that is 3 mm. രണ്ട് epsilon value 3 mm കൊടുക്കുന്നുണ്ട്, 6 mm കൊടുക്കുന്നുണ്ട്. കോർ ഡിസ്റ്റൻസ് ഓഫ് P എത്രയായിരിക്കും? എപ്സിലോൺ ഡാഷ് ആയിരിക്കും. എന്തുകൊണ്ടാ? മിനിമം വാല്യൂ ഓഫ് കോർ. ഓക്കെ. ആൻഡ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P and Q dash is, Q dash നോക്കി എവിടെയാണ് വരുന്നത്? Q dash is within epsilon dash. അപ്പോൾ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P and Q എന്ന് പറയുന്നത് എപ്സിലോൺ ഡാഷിന്റെ വരെ ആയിരിക്കും, 3 mm ആയിരിക്കും. റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P and Q2, it is standing outside this epsilon dash. So you will find the distance between P and Q2 by using Euclidean distance. Clear അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഒപ്റ്റിക്സിന്റെ ഒരു റീച്ചബിലിറ്റി പ്ലോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ എപ്സിലോൺ ഉണ്ട്, എപ്സിലോൺ വാല്യൂസ് ഉണ്ട്. എപ്സിലോൺ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീച്ചബിലിറ്റി പ്ലോട്ട് ഓഫ് സാമ്പിൾ 2D ഡാറ്റ സെറ്റ് which give you an overview like how the data are structured. എങ്ങനെയാണ് ഈ സ്ട്രക്ചേർഡ് ഡാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഡെൻസിറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പാറ്റേൺ, ഇതിന്റെ റെപ്രസെന്റേഷൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം
ഗോസിയൻ ബംസ് കാണില്ലേ നിങ്ങളിവിടെ? ബംസ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ഡെൻസിറ്റി ഓഫ് ദ ക്ലസ്റ്റേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ വാലി പോയിന്റും ബം പോയിന്റ്സും കാണുന്നില്ലേ? എന്താ ഈ വാലി പോയിന്റ്സ് എന്ന് വെച്ചാൽ എന്താ? വാലി പോയിന്റ്സ് വെച്ചാൽ എന്താ? നമുക്ക് ഈ ഗ്രാഫിൽ ഉയർന്നതും താഴ്ന്നതുമായ ഭാഗങ്ങളില്ലേ, ഇല്ലേ? അതിന് നമ്മൾ ഈ എന്താ പറയാ, ഡെൻസിറ്റി പോയിന്റ് എന്ന് പറയാം, ഗോസിയൻ ബംസ് എന്ന് പറയും. So here the data objects are plotted in the clustering order like horizontal axis together with their respective reachability distance. Vertical axis epsilon കാണുന്നില്ല നിങ്ങൾ ഇവിടെ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് കാണിക്കുന്നത് ക്ലസ്റ്റർ ഓർഡറിംഗ് ഓഫ് ഒബ്ജക്റ്റ്, ഇവിടെ കാണിക്കുന്ന റീച്ചബിലിറ്റി ഡിസ്റ്റൻസ്. എക്സ് ആക്സിസിൽ ക്ലസ്റ്ററിംഗ് ഓർഡർ ഓഫ് ദ ഒബ്ജക്റ്റും വൈ ആക്സിസിൽ റീച്ചബിലിറ്റി ഡിസ്റ്റൻസും ആണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, so data objects are plotted in the clustering order. So here you can see in horizontal axis the clustering order, and in y-axis vertical axis you can see the reachability distance. And here you can see 3 Gaussian bumps. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഹയസ്റ്റ് പീക്കുള്ള മൂന്ന് റീജിയൻസ് ഇല്ലേ, 3 Gaussian bumps എന്ന് പറയും. This Gaussian bumps is to plot and reflect 3 clusters in the data set. അതായത് ഇവിടെ മാക്സിമം വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി 3 Gaussian bumps കൂടുതൽ വരുന്നത്. 3 clusters are present here. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലക്സിറ്റി പറയുവാണെങ്കിൽ മെമ്മറി കോസ്റ്റ് എന്ന് പറയുന്നത് the optics clustering technique require more memory asset maintain priority queue and min heap to determine the next data which is closest to the point. Memory cost is more, and while considering parameters, the optic clustering does not need to maintain epsilon parameter, and this does not segregate the given data into clusters. It merely produces a reachability distance plot. The complexity is actually, while measuring the complexity, it is n log n എന്നാണ് പറയാം for a spatial index, and in other cases it is big of n square. Here n is the number of objects. Okay, so this is about the overview analysis of our optics clustering and DB scan. Hope you understood this. Clear അല്ലേ? ഇതിൽ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, കോർ ഡിസ്റ്റൻസും റീച്ചബിലിറ്റി ഡിസ്റ്റൻസും. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? പറയടാ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഇതിൽ വരുന്നൊരു ടോപ്പിക്കാണ് വെബ് മൈനിങ്. ഇനി 4 മൈനിങ് ഉള്ളത്: ഗ്രാഫ് മൈനിങ്, വെബ് മൈനിങ്, ടെസ്റ്റ് മൈനിങ്, സോഷ്യൽ നെറ്റ്വർക്ക് മൈനിങ് എന്ന് പറഞ്ഞിട്ട് 4 അഡ്വാൻസ്ഡ് ഡാറ്റ മൈനിങ് ടെക്നിക്സിൽ വരുന്ന 4 മൈനിങ്ങുകൾ. ഇതിൽ വെബ് മൈനിങ് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം നിങ്ങൾക്ക്. ഇത് ഈസിയാണ്, കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് തിയറി പോർഷൻസ് മാത്രത്തിൽ ചോദിക്കാനുള്ളൂ. അപ്പോൾ വെബ് മൈനിങ് എന്ന് വെച്ചാൽ എന്താണ്? വേർഡ് മീനിങ് ഓഫ് വെബ് മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, web mining is actually the process of data mining technique and to discover and extract information from the web document and service, right? Adile the main purpose of web mining is to discover useful information from the World Wide Web and its usage pattern. നമുക്കൊരു കണ്ടന്റ് മൈനിങ് അല്ലെങ്കിൽ വെബ് മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മൈൻ ചെയ്തെടുക്കുന്നതിനാണ് വെബ് മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പറയുക. So here web mining is the process of data mining technique to automatically discover and extract information from web document and service. The main purpose of web mining is finding useful information. ഈ വെബ് മൈനിങ്ങിന് തന്നെ വെബ് മൈനിങ് എക്സ്ട്രാക്ട് നോളജ് ഫ്രം വെബ് ഡാറ്റ. വെബ് ഡാറ്റ ഒന്നുകിൽ ഒരു വെബ് കണ്ടന്റ് ആവാം അല്ലെങ്കിൽ വെബ് സ്ട്രക്ചർ ആവാം. വെബ് കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പം വേൾഡ് വൈഡ് വെബിൽ നിന്ന് നിങ്ങൾ ഒന്നുകിൽ ടെക്സ്റ്റോ ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡോ ഫൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് വെബ് കണ്ടന്റ് എന്ന് പറയും. വെബ് സ്ട്രക്ചർ ആണെങ്കിൽ അതൊരു ഹൈപ്പർ ലിങ്കോ ടാഗ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ വെബ് സ്ട്രക്ചർ എന്ന് പറയും. ടെക്സ്റ്റോ ഇമേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെബ് കണ്ടന്റ് മൈനിങ് എന്ന് പറയും. നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് ഒക്കെയാണ് എടുക്കുകയാണെങ്കിൽ വെബ് സ്ട്രക്ചർ മൈനിങ് എന്ന് പറയും.
Okay, so this is the classification of web mining. Web mining is divided as web content mining, web structure mining, web usage mining. Web content mining le thanne rendu type, web page content mining um search result mining. അതുപോലെ വെബ് യൂസേജിൽ രണ്ടെണ്ണം, ജനറൽ ആക്സസ് പാറ്റേൺ ട്രാക്കിംഗ്, ദെൻ കസ്റ്റമൈസ് യൂസേജ് ട്രാക്കിംഗ്. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ്. ഏതൊക്കെ? വെബ് കണ്ടന്റ്, വെബ് സ്ട്രക്ചർ ആൻഡ് വെബ് യൂസേജ്. ഓക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷനാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത വെബ് കണ്ടന്റ് മൈനിങ് ആണെങ്കിലോ, വെബ് കണ്ടന്റ് മൈനിങ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം ദ കണ്ടന്റ് ഓഫ് ദ വെബ് ഡോക്യുമെന്റ്. നമ്മുടെ വെബ് ഡോക്യുമെന്റിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുന്നതാണ് വെബ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താവും? കളക്ഷൻ ഓഫ് ഫാക്ട്. A web page was designed to convey the users. It may consist of text, image, audio, video, structured records such as lists and tables. All this will be like content, web content. അത് മൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ വെബ് കണ്ടന്റ് മൈനിങ് എന്ന് പറയുന്നത്. ഇനി വെബ് സ്ട്രക്ചർ ആണെങ്കിലോ, വെബ് സ്ട്രക്ചർ മൈനിങ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡിസ്കവറിംഗ് ദ സ്ട്രക്ചർ ഇൻഫർമേഷൻ ഫ്രം ദ വെബ്. സ്ട്രക്ചർ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ദ വെബ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് വെബ് പേജസ് എസ് നോഡ്, ഹൈപ്പർ ലിങ്ക് ആസ് എഡ്ജസ്, കണക്ടിങ് റിലേറ്റഡ് പേജസ്. അതായത് വെബ് സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യും? ഹൈപ്പർ ലിങ്ക് ആണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു വെബ് പേജിന് അടുത്ത വെബ് പേജിലേക്കുള്ള ലിങ്ക് ഉണ്ടാവുമല്ലോ. സോ വി ആർ കൺസിഡറിങ് എ വെബ് ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് വെബ് പേജസ് എസ് നോഡ്, ഹൈപ്പർ ലിങ്ക് ആസ് എഡ്ജസ് കണക്ടിങ് റിലേറ്റഡ് പേജസ്. ഇപ്പോൾ രണ്ട് വെബ് പേജ് തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ രണ്ട് സൈറ്റ് അഡ്രസ് തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഒരു വെബ് ഗ്രാഫ് എന്നാണ് പറയാം. ഇതൊരു വെബ് പേജ് ആണ്, ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഹൈപ്പർ ലിങ്ക് ആണ് ഇതിന്റെ എഡ്ജ് എന്ന് പറയുന്നത് അടുത്ത വെബ് പേജ്. സോ സ്ട്രക്ചർ മൈനിങ് ബേസിക്കലി ഷോസ് ദ സ്ട്രക്ചർ സമ്മറി ഓഫ് എ പെർട്ടിക്കുലർ വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ വെബ് സ്ട്രക്ചർ മൈനിങ്ങിൽ എന്താ ചെയ്യുക? ഇറ്റ് ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെബ് പേജസ് ലിങ്ക്ഡ് ബൈ ഇൻഫർമേഷൻ ഓർ ഡയറക്റ്റ് ലിങ്ക് കണക്ഷൻ. ഇതിൽ ദിസ് ടൈപ്പ് ഓഫ് മൈനിങ് ക്യാൻ ബി പെർഫോംഡ് ഐദർ അറ്റ് ഇൻട്രാ പേജ് ഡോക്യുമെന്റ് ലെവൽ ഓർ അറ്റ് ഇന്റർ പേജ്. നമുക്ക് വേണമെങ്കിൽ ഒരു പേജിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻട്രാ പേജും പോസിബിൾ ആണ്, അതുപോലെ ഇന്റർ പേജ് ഹൈപ്പർ ലിങ്ക് ലെവലും പോസിബിൾ ആണ്. അതാണ് വെബ് സ്ട്രക്ചറിൽ പറയാനുള്ളത്. അടുത്ത വെബ് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താ? എ ഡയറക്റ്റഡ് ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ദ വെബ് ഇസ് നോൺ ആസ് വെബ് ഗ്രാഫ്. ഈച്ച് പേജ് ഇസ് എ നോഡ് ഓഫ് ദ വെബ് ഗ്രാഫ് ലിങ്ക് ആൻഡ് ഈച്ച് ഹൈപ്പർ ലിങ്ക് ഓൺ ദ വെബ് ഇസ് ഡയറക്റ്റഡ് എഡ്ജ് ഓഫ് ദ വെബ് ഗ്രാഫ്. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ, നമ്മുടെ ഓരോ പേജും അതിനെ കണക്ട് ചെയ്യുന്ന ഹൈപ്പർ ലിങ്കുമാണ് എഡ്ജ്. പേജ് നോഡും ഹൈപ്പർ ലിങ്ക് എഡ്ജും ആണ് വരിക. വെബ് യൂസേജ് മൈനിങ് ആണെങ്കിലോ, വെബ് യൂസേജ് മൈനിങ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം സെർവർ ലോഗ്. അത് യൂസേഴ്സിന്റെ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നത്. സോ വെബ് യൂസേജ് മൈനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് വാട്ട് യൂസേഴ്സ് ആർ ലുക്കിംഗ് ഓൺ ഇന്റർനെറ്റ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ തന്നെ ഉണ്ടാവും. നമ്മുടെ യൂസേജ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ സജഷൻസ് ഒക്കെ വരുന്നത്. റൈറ്റ്, നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് നമ്മുടെ യൂസേജ് മൈനിങ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ യൂസർ ഐഡന്റിഫിക്കേഷൻ, സെഷൻ ക്രിയേഷൻ, റോബോട്ട് ഡിറ്റക്ഷൻ, ഫിൽട്ടറിംഗ് ആൻഡ് എക്സ്ട്രാക്ടിങ് യൂസേജ് പാത്ത് പാറ്റേൺസ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നോർമലി നമ്മുടെ വെബ് യൂസേജ് മൈനിങ് വെച്ചിട്ടാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷൻസ് തന്നെ. ഇപ്പൊ ഫ്രോഡ് ഡിറ്റക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നുള്ള നമ്മുടെ യൂസേജ് മൈനിങ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Okay, so web mining helps to improve the power of web search engine by classifying the web document and identifying the web pages. It is used for web searching, examples like Google, Yahoo, and etc. And web mining is used to predict user behavior. And web mining is very useful for a particular website and e-service. Landing page optimization ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. So these are some of the applications. Then challenges in web mining is like the web is too huge and the complexity of web pages is more complex. And normally web is a dynamic information source. Diversity of user communities are there. Relevancy of information is difficult to understand. So these are some challenges that we are facing in web mining process. Okay, അപ്പോൾ നിങ്ങൾ വെബ് ഇതെപ്പോഴും തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എപ്പോഴും ചോദിക്കുക ഇങ്ങനെയാണ്, എക്സ്പ്ലെയിൻ വെബ് യൂസേജ് മൈനിങ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വെബ് കണ്ടന്റ് മൈനിങ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വെബ് മൈനിങ് ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ ചാലഞ്ചസ് ഓഫ് വെബ് മൈനിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി.
ഇതിൽ ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇതിൽ ഓരോന്നും ഓരോ സെഷനായിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വെബ് മൈനിങ് ആസ് എ ഹോൾ 6 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടന്റ്, സ്ട്രക്ചർ, യൂസേജ്, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനും ചലഞ്ചസും. റൈറ്റ്? ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? ഇതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേടാ? ഇതിൽ നിന്ന് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ അല്ല. ഇതെപ്പോഴും ഈ തിയററ്റിക്കൽ പോർഷൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ അഡ്വാൻസ് ഡാറ്റ മൈനിങ് ടെക്നിക്കിൽ വെബ് കണ്ടന്റ്, വെബ് യൂസേജ്, വെബ് സ്ട്രക്ചർ മൈനിങ് കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് മൈനിങ്, ഗ്രാഫ് മൈനിങ്, സോഷ്യൽ നെറ്റ്വർക്ക് മൈനിങ് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് എനിവേ വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേട്ടാ പെട്ടെന്ന്. അഭിലാഷ്, അഭിനവ്,